ഇന്ന് കേരളത്തിൽ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നടനവിസ്മയം മോഹൻലാലും നമ്മുടെ ജോർജ് സാറ് പ്രകാശ് വർമ്മയും ചേർന്ന് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പരസ്യ ചിത്രത്തെക്കുറിച്ച്. ആ വിഷയമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് മോഹൻലാൽ എന്ന നടനവിസ്മയത്തിന്റെ അഭിനയത്തെക്കുറിച്ചാണ്. മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ചൊന്നും നമുക്ക് തെറ്റായ അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കഴിവുകൾ പല ചിത്രങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ്. ഇനിയും അദ്ദേഹത്തിന് അതിൽ കൂടുതലൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസവുമുണ്ട്. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. അതെ 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 നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക്. ചേട്ടാ ഇതാണ് ശിവാനി. ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ദി ലീഡ് റോൾ. ചേട്ടാ ഒരു മിനിറ്റ്. Can I just try it? The other one is much better. Correct. That one? Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry കാണാനില്ല ട്ടോ. ഷോട്ടിലുള്ള jewelry കാണാനില്ല സർ. What? The main jewelry is missing. We've informed the police. So please don't step out of the studio. Kindly cooperate. ഞാനെന്നെ അറിയിക്കണ്ടേ? തീർച്ചയായും സർ. ചേട്ടാ പുരുഷന്മാർ ആഭരണം അണിയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഹിന്ദു പുരാണങ്ങളിലെ ദൈവങ്ങളെല്ലാം ആഭരണങ്ങൾ അണിയുന്നവരായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ ആഭരണങ്ങൾ അണിയുന്നവരായിരുന്നു. എന്നാൽ അവരാരും ആഭരണങ്ങൾ അണിഞ്ഞ് ശ്രേണ സ്വഭാവമുള്ള പുരുഷന്മാരായിട്ടല്ല അവതരിച്ചിരുന്നത്. അവരൊക്കെ ധീരന്മാരായ രാജാക്കന്മാരും ദേവന്മാരും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ മോഹൻലാൽ കാണിക്കുന്നത്, ഇവിടെയാണ് ഈ സന്ദേശത്തിൽ ചില പ്രശ്നങ്ങളുള്ളത്. ശൃംഗാര ഭാവത്തോടുകൂടി മോഹൻലാൽ അഭിനയിക്കുന്നത് ഇതൊരു വൻപൻ കമ്പനിയുടെ പരസ്യ ചിത്രത്തിലാണ്. ഇതേ പാത തന്നെ കേരളത്തിലെ എല്ലാ സ്വർണ്ണക്കടക്കാരും പിന്തുടർന്നാൽ കേരളത്തിലെ സിനിമാ നടന്മാരൊക്കെ വച്ച് ഇതുപോലെ ശ്രേണഭാവത്തോടുകൂടി എല്ലാവരും ആഭരണങ്ങളും ഒക്കെ അണിയിച്ച് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് എല്ലാവരെയും കൂടുതൽ ആകർഷിക്കാൻ കഴിയില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളം ഭയപ്പെടുന്ന ഒരു വിപത്താണ് ഇത്തരം പ്രവണതകൾ കാണിക്കുന്ന പുരുഷന്മാർ. ജന്മനായവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഇത്തരം കമ്മ്യൂണിറ്റികളിൽ ചെന്ന് ചേർന്ന് ഇത്തരം ഭാവങ്ങൾ വരുത്തി പ്രകൃതിവിദ്യ ലൈംഗികതയിലേക്ക് ഇവർ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെയാണ് മോഹൻലാൽ ഈ പരസ്യ ചിത്രത്തിൽ കാണിക്കുന്ന ശൃംഗാര ഭാവങ്ങളും. നാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ജാസി എന്നത്. വിവാഹം കഴിക്കുകയും അതിനുശേഷം ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം സ്ത്രീ വേഷം കെട്ടി ശ്രേണഭാവങ്ങൾ കാണിച്ച് കുറെ പുരുഷന്മാരെ പുറകെ നടത്തിച്ച് സോഷ്യൽ മീഡിയ മുഴുവനും ഈ ചെറുപ്പക്കാരനെ തെറി വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലക്ഷക്കണക്കിന് ആരാധകരും അണികളുമുള്ള മഹാനടൻ മോഹൻലാൽ ഇത്തരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു. നാളെ കഞ്ചാവിനും മയക്കുമരുന്നിനും അനുകൂലമായിട്ടൊരു പരസ്യചിത്രം ചെയ്യണമെന്ന് പറഞ്ഞാലും പണം കൊടുത്താൽ മോഹൻലാൽ ചെയ്യില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ലക്ഷക്കണക്കിന് ആരാധകരും അണികളുമുള്ള മഹാനടൻ മോഹൻലാൽ ഇത്തരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു. ലോകം മുഴുവൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിപത്താണ് സ്ത്രീയും കല്യാണം കഴിക്കുന്നതും പുരുഷനും കല്യാണം കഴിക്കുന്നതും. നാളെ ഇതിനും അനുകൂലമായ ഒരു പരസ്യചിത്രം ചെയ്യാനും ഇദ്ദേഹം തയ്യാറാകില്ല എന്നൊരു ഉറപ്പുമില്ല. നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഇതുപോലെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന ഒരു പരസ്യചിത്രം ആവശ്യമില്ല. സെൻസർ ബോർഡ് ഇടപെട്ട് ഈ ചിത്രത്തെ നിരോധിക്കണം.